ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം ഇന്നിതെങ്ങനെ കിട്ടിയമ്മേ, നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ, മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ, മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ഇരിക്ക. സുഖാണോ എല്ലാവർക്കും? സുഖം തന്നെ. ചേച്ചി ഞങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കണ്ടേ, ഒന്ന് നോക്കിക്കേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അയ്യോ ഈ ഇല മരിച്ചു പോയല്ലേ. ഈ കുട്ടി പറയുന്നത് എത്ര ശരിയായിട്ടാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. അല്ലേലും ശരിയാ, നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാ. നമ്മളിവിടെ കുറേ നാൾ ജീവിച്ചു, മരിച്ചു, തീർന്നു, അല്ലേ ചേച്ചി? അങ്ങനെയല്ല. ഇതിൽ കണ്ട പോലെ ഈ ഒരു മരത്തിൻ്റെ ഇല വീണ് അത് ചീഞ്ഞളിഞ്ഞ് മണ്ണോട് ചേരുന്നത് പോലെ അല്ല മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ മരിക്കുന്നേ ഇല്ല. കാരണം നമുക്ക് നമ്മളെ മരണത്തിന് പോലും വിട്ടുകൊടുക്കാത്ത ഒരു ദൈവസ്നേഹം നമ്മുടെ കൂടെയുണ്ട്. ഇപ്പം നമ്മുടെ പിള്ളേരാരെങ്കിലും മരിക്കണം നമുക്ക് ഇഷ്ടമല്ലല്ലോ. ഇതുപോലെ അതിനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നമ്മൾ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ഈശോയുടെ കയ്യിലാണ് മരണത്തിൻ്റെ അധികാരം. ഈശോയാണ് സകലത്തിൻ്റെയും അധികാരി. അതുകൊണ്ടാണ് വെളിപാട് 1:18 നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കർത്താവിൻ്റെ കയ്യിലാണ്. അപ്പം താക്കോലുകൾ എന്ന് പറയുമ്പോൾ അത് കൈ വയ്ക്കുന്നയാളാണല്ലോ അധികാരി. അപ്പം ഈ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കർത്താവിൻ്റെ കയ്യിലാണ്. അപ്പം മരണം എപ്പോൾ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സർവ്വപ്രപഞ്ചത്തിൻ്റെയും അധികാരിയായിട്ട് ഈശോയായിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയാണ് ഇതിൻ്റെ അധികാരി എന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് മരണത്തിന്മേൽ അധികാരം ഈശോയ്ക്കുണ്ട്. നമ്മൾ പുതിയ നിയമം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ തെളിവുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ലാസറിനെ ഉയർപ്പിച്ച് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലാസർ മരിച്ചു, ദിവസങ്ങൾ കഴിഞ്ഞു. അവിടെ ഈശോ ചെന്നു ലാസറിനെ ഉയർപ്പിക്കുക. അപ്പോൾ അവിടെ മരണത്തെ ജയിക്കുക. അപ്പോൾ അധികാരം ഈശോയുടെ കയ്യിലാണ്. പിന്നെ നമ്മൾ വായിക്കുന്നത് നായിനിലെ വിധവയുടെ മകനെ ഈശോ മരിച്ച മകനെ ഉയർപ്പിക്കുക. അപ്പോൾ അത് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും മരിച്ചു എന്ന് നമ്മൾ പറയുന്ന വ്യക്തിയെ ഈശോ ജീവിപ്പിക്കുക. അതുപോലെ ജായിറോസിൻ്റെ മകളെ ഈശോ ഉയർപ്പിക്കുന്നുണ്ട്. കുഞ്ഞ് മരിച്ചുപോയി. അത് തെളിവായിട്ട് ജായിറോസ് വന്ന് ഈശോയോട് പറയണ സമയത്ത് പറയുന്നുണ്ട്, കൊച്ചു മരിച്ചുപോയി.
ഇനി ഗുരുവിനെ വീട്ടിലേക്ക് വിളിച്ച് വിഷമിപ്പിക്കണ്ട. പക്ഷെ ആ മരിച്ചു പോയ കുഞ്ഞിന് ഈശോ ആ വീട്ടിൽ ചെന്ന് ജീവൻ കൊടുത്തു. അപ്പം മരണത്തിന്മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട്. അത് ഈശോ കാണിച്ചു തന്നു. ഇനി അത് തന്നെയല്ല, ഈശോ മരിച്ചു എന്നിട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ ലോകത്തിൽ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവമുള്ളൂ, അത് ഈശോ മാത്രമാണ്. അങ്ങനെ ഈ ലോകത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈശോ. അപ്പോൾ ഈശോയ്ക്കാണ് മരണത്തിന്മേൽ അധികാരമുള്ളത്. ഇനി ഈശോയിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ ലക്ഷണം കാണുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം വായിക്കുമ്പോൾ അതിൽ തബീത്ത, അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തബീത്ത പെൺകുട്ടി മരിച്ചുപോയി. പക്ഷേ പത്രോസ്ലിഹ അവിടെ ഉണ്ടെന്നറിഞ്ഞ് പത്രോസ്ലിഹയെ വിളിച്ചു വരുത്തി ഈ തബീത്തായെ, മരിച്ചുപോയ തബീത്തായെ പത്രോസ്ലിഹ ഉയർപ്പിച്ചു. അപ്പോൾ ഈശോയുടെ ആ അധികാരം ഈശോയിൽ വിശ്വസിക്കുന്നവരിലൂടെ ഈശോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കാത്ത അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ സ്നേഹം, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ചേച്ചി ഒരു സംശയം ചോദിക്കട്ടെ, ഈ മരണത്തെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. അത് വചനത്തിലൂടെ നമുക്ക് കാണാം. അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 13-14 വചനത്തിൽ അത് കാണുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ്: ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-24 എടുത്ത് നോക്കിയാൽ അതിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. പിശാചിൻ്റെ മക്കളാണ് മരണത്തെ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ മരണത്തെ സ്വീകരിക്കുന്നില്ല, അത് അനുഭവിക്കുന്നില്ല. അതുപോലെ ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വായിക്കുമ്പോൾ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ ഈശോയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മൾ, ദൈവമക്കൾ, ഒരിക്കലും മരിക്കുന്നില്ല എന്ന് ഈശോ പറയുക. അപ്പോൾ ഈശോയുടെ വചനം സത്യമാണ്, ഈശോയുടെ വചനത്തിന് മാറ്റമില്ല. അപ്പം നമ്മൾ ദൈവമക്കൾ, ഈശോയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മക്കൾക്ക് മരണമില്ല. അപ്പോൾ ചേച്ചി, മരണം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ മരിക്കുന്നുണ്ടല്ലോ. അതെ ഷേർലി, മരണമെന്ന് പറയുന്നത് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ ശരീരമാകുന്ന ഈ മൺകൂടാരം, ഇത് ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോവുക. അപ്പോൾ ഇപ്പം നമ്മൾ ഓർക്കുക, ഒരു നല്ല പുതിയ വീട് നമ്മൾ വെച്ചു, എന്നിട്ട് അതിൻ്റെ പാലുകാച്ചല്ലേ വെഞ്ചരിപ്പ് നമ്മൾ പറയല്ലേ, പെരവാസോലി എന്നൊക്കെ. അപ്പോൾ എന്ത് സന്തോഷമാണ് ആ പുതിയ വീട്ടിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനായിട്ട്. അതേപോലെ ഈ ഭൂമിയിൽ കുറച്ച് നാൾ നമ്മൾ ജീവിച്ചിട്ട് ഇനി നമ്മൾ ഈ പുതിയ ഭവനത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. അപ്പോൾ അവിടെ ഭയങ്കര സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പോവുക. അപ്പോൾ അതൊരിക്കലും മരണ അവസാനമല്ല. നമ്മുടെ മരണം എന്ന് പറയുന്നത് മറ്റൊരു ജീവിതത്തിൻ്റെ വാതിൽ തുറന്ന് നമ്മൾ കടന്നു പോകുക. വചനത്തിൽ അത് നമുക്ക് കാണാൻ പറ്റും. സഭാപ്രസംഗികൻ 12-ാം അധ്യായം അതിൽ 6-7 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും, അരുവിയിൽ വച്ച് കുടമുടയും, നീർത്തൊട്ടിയുടെ ചക്രം തകരും, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ദേഹം, ദേഹി, ആത്മാവ്, നമ്മളത് മൂന്നും ചേർന്നാണല്ലോ. അപ്പം നമ്മുടെ ഈ മൺകൂടാരം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരം ഈ മണ്ണിൽ ലയിച്ചു പോകും. പക്ഷെ നമ്മുടെ ആത്മാവ് എവിടെ നിന്ന് വന്നതാണ്? ദൈവമക്കളുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. അപ്പം ഈ ആത്മാവ് ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലും. ആത്മാവിന് ഒരിക്കലും മരണമില്ല. അപ്പം നമ്മൾ മരിക്കുന്നില്ല, നമ്മളൊരു മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. അത് 413 സംഗ്രഹത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ നാശത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല.
പിശാചിൻ്റെ അസൂയ നിമിത്തമാണ് മരണം ഭൂമുഖത്ത് പ്രവേശിച്ചത്. അപ്പം നമ്മൾ ആദ്യം ഒരു വചനം കണ്ടു അല്ലേ, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. അത് നമ്മളെ CCയിൽ, അതായത് കാറ്റീസം ഓതി കാത്തലിക് ചർച്ചിൽ എടുത്ത് നമ്മളെ പഠിപ്പിക്കുക. അപ്പം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം ദൈവത്തിൻ്റെ മക്കൾക്ക് മരണമില്ല. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. അതിൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് അത് തിരിച്ചു പോകും. യോഹന്നാൻ്റെ സുവിശേഷം 16:6 പറയുന്നില്ലേ, ഈശോ പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പം എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പം ഈശോയാണ് ഇതിൻ്റെ എല്ലാ അധികാരി. അപ്പം ഈശോയിലൂടെ നമ്മളിപ്പോൾ പറയുകയാണ് മരണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ മരണം എന്ന് പറയുന്നത് ഈശോയിലൂടെ പിതാവിൻ്റെ അടുക്കലേക്ക് ഒരു യാത്രയുടെ തുടക്കം. അപ്പോൾ ഈശോയാണ് ഇതിൻ്റെയൊക്കെ അധികാരി. നമ്മളെ പിതാവിൻ്റെ അടുത്ത് എത്തിക്കുന്നത് ഈശോയാണ്. അതുപോലെ നമ്മൾ പിതാവിൻ്റെ ഭവനം എന്ന് പറയുമ്പം ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വായിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലം ഉണ്ടെന്നാണ്. അപ്പം നമ്മൾ ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. എൻ്റെ ആത്മീയ ഗുരുവായ ഡോക്ടർ റവൻ ഫാദർ മൈക്കിൾ കാര്യമറ്റ അച്ഛന് എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത്, പിതാവിൻ്റെ ഭവനം എന്ന് പറയുന്ന ഒരു കെട്ടിടമൊന്നുമല്ല, അത് പിതാവിൻ്റെ ഹൃദയമാണ്. നമ്മൾ പിതാവിലേക്ക് ലയിക്കുക. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ആ പിതാവിൻ്റെ സ്നേഹം, നമ്മൾ പാപികളെ ദുർബലരായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന ആ പിതാവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കുക, എന്തുമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടേത്. നമ്മളെ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക്, ആ പിതാവിലേക്ക് അപ്പോൾ പിതാവ് ഇരിക്കുന്നിടം സ്വർഗം, അതാണ് പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് മരിച്ചു കഴിഞ്ഞാണ് ഒരു ജീവിതമുള്ളത്, ദീർഘമായ ഒരു ജീവിതം നമുക്കുണ്ട്. മരണാനന്തര ജീവിതം ഉണ്ടോ അനുചേച്ചി? മരണാനന്തര ജീവിതമുണ്ട്. നമുക്ക് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. ഈശോ പറയുന്നതാണല്ലോ നമുക്ക് വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് അത് തന്നെയല്ലേ. ഈശോ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ 14:2-3 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റിയ സ്ഥലമാണ് പിതാവിൻ്റെ ഭവനം. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതാണ് ഈശോ ചോദിക്കുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈശോയാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ പിതാവിൻ്റെ ഭവനത്തിൽ ഉറപ്പായിട്ട് എത്തിച്ചേരും. ഈശോ നമ്മളെ അവിടെ കൊണ്ടുപോകും. അതുപോലെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 1 പറയുന്നുണ്ട്, ഞങ്ങൾ വസിക്കുന്ന ഭൗതിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു സ്വർഗീയ ഭവനമുണ്ട്, പക്ഷെ അത് മനുഷ്യനിർമ്മിതമല്ല. മനുഷ്യകരങ്ങളാൽ നിർമ്മിച്ച നമ്മുടെ ഈ ഭൂമിയിലുള്ള വീട് പോലെയൊന്നും അല്ല. അത് ദൈവത്താൽ നിർമ്മിതമാണ്. ആ ഭവനം ഉണ്ട് എന്നുള്ള പ്രത്യാശയിലാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം. അല്ല, ഈശോ ഒരു ഉപമ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലിയറായിട്ട് അത് മനസ്സിലാവും. അത് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം അതിൽ 19 നമ്മൾ വായിക്കുന്നുണ്ട്, ധനികനും ലാസറിൻ്റെ. അത് വായിക്കുമ്പോൾ ലാസറും മരിച്ചു, ധനികനും മരിച്ചു. 2 പേരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ അബ്രഹാമിൻ്റെ മടിയിൽ ലാസറിനെ കാണുന്നു, ധനവാൻ യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് നരകത്തിലായിരിക്കുന്നു അവസ്ഥ. അപ്പോൾ ഇവർ പരസ്പരം കാണുന്നുണ്ട്, ഇവർ പരസ്പരം അറിയുന്നു, തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇവർ സംസാരിക്കുന്നുണ്ട്. ധനവാൻ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഈ ലാസറിനെ അയച്ചൊരു തുള്ളി വെള്ളം നനയ്ക്കാൻ അങ്ങനെ വിടണേ എന്ന് പറയുന്നു. അപ്പം ഇവർ പരസ്പരം സംസാരിക്കുന്നു. അതുകൂടാതെ ഒരു ഗർത്തം ഞങ്ങൾക്ക് ഇടയ്ക്കുണ്ട്, അത് കടക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ധനവാൻ പറയുന്നുണ്ട്, ഞാൻ യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് എൻ്റെ സഹോദരങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യണം. അപ്പോൾ ഓർമ്മയുണ്ട് വീടിനെക്കുറിച്ച്, സ്വന്തം കുടുംബത്തെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച് ഓർമ്മയിൽ വരുന്നുണ്ടത്, ഓർമ്മിക്കുന്നുണ്ടത്.
പിന്നെ പരിഹാരം ബുദ്ധി പ്രയോഗിക്കുന്നു. ഇവരിവിടെ ഈ യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് വരാതിരിക്കാൻ വേണ്ടി ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് തിരിച്ചയക്കണമെന്ന്. അപ്പോൾ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അതൊന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ജീവിച്ചിരിക്കുന്ന അതേ മനുഷ്യൻ്റെ വികാരങ്ങളും ബുദ്ധിയും കാഴ്ചപ്പാടുകളും ഭാവിയെക്കുറിച്ചുള്ളതും ആഗ്രഹങ്ങളും അവർക്കുണ്ട്. അവർ മരിച്ചു പോയതാണ്. അപ്പം നമുക്ക് മരണമില്ല. അപ്പം ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം പ്രഭാഷകം 18:9-10 അതിൽ വചനത്തിൽ പറയുകയാണ്, മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ അത് ദീർഘായുസാണ്. എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 100 വർഷം നമ്മൾ ഈ ഭൂമി ജീവിച്ചാൽ നമ്മൾ പറയും അയ്യോ ഇത് ദീർഘായുസാന്ന് പറയും അല്ലേ. പക്ഷേ ദൈവത്തിൻ്റെ കണക്കിലത് ഒരു തുള്ളി വെള്ളം. അപ്പം 100 വർഷം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം, ഒരു മണൽത്തരി. അപ്പം മരണത്തിൻ്റെ ശേഷം എത്രയോ കാലങ്ങൾ നിത്യതയിൽ നമ്മളായിരിക്കാം. അപ്പം ഇവിടുത്തെ ജീവിതം എന്നാ ഉണ്ട്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോക ജീവിതത്തിനല്ല നമ്മൾ കൂടുതൽ പ്രസക്തി വയ്ക്കേണ്ടത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം ഈ ജീവിതം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ ദീർഘകാലം നിത്യതയിൽ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കാൻ വേണ്ടുന്ന യോഗ്യതയുടെ കാലഘട്ടം ഈ ജീവിച്ചിരിക്കുന്ന സമയമാണ്, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾക്ക് ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റും, എനിക്ക് പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണോ മരണശേഷം, അതോ ഞാൻ നിത്യനരകത്തിൽ ധനവാൻ കിടക്കണ പോലെ യാതന അനുഭവിച്ച് ജീവിക്കണോ. അതുപോലെ നമ്മൾ പറയേണ്ടത് ഈ 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 19 വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ, അതായത് ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ സഹായവും മേടിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയാ ജീവിക്കുന്നതെങ്കിൽ വചനം പറയുന്നു നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവരാണ്. അപ്പം ഈ ലോകത്തിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണേ അത് കിട്ടണേ ഇത് കിട്ടണേ വീട് വയ്ക്കണേ ജോലി കിട്ടണേ, അതിലാണ് നമ്മുടെ ഫോക്കസ്. നമ്മൾ എല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇവിടെ ഒരു സുഖജീവിതം. അപ്പോൾ വചനം പറയുകയാണ് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരെങ്കിൽ മഹാകഷ്ടം. അപ്പം നമ്മൾ എവിടുത്തെ ജീവിതത്തിന് പ്രത്യാശ വയ്ക്കണം? മരണാനന്തരമുള്ള ജീവിതത്തിന് പ്രത്യാശ വയ്ക്കണം എന്ന് നമ്മളെ വചനം പഠിപ്പിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം എടുക്കണം. അതിൽ 6 വായിക്കുമ്പോൾ, മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. അപ്പം നമ്മൾ ഇന്നത്തെ ലോകത്തിൽ മക്കൾക്ക് കൊടുക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ്. അത് വേണ്ടുന്ന പോലെ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ദൈവിക ജ്ഞാനം നന്നായി കിട്ടുന്നില്ല ഇപ്പം. അതുകൊണ്ട് പിള്ളേർക്ക് അറിയത്തില്ല, മരണം എന്നാണെന്നറിയത്തില്ല, മരണാനന്തര ജീവിതം എന്താണെന്നറിയത്തില്ല, നിത്യജീവൻ എന്നാണെന്നറിയത്തില്ല, നിത്യത എന്താണെന്നറിയില്ല. അപ്പം ഇതെല്ലാം ദൈവിക ജ്ഞാനമാണ്. ഈ ജ്ഞാനം നമ്മൾ മക്കൾക്ക് കൊടുക്കണം. അപ്പോൾ എപ്പോൾ തൊട്ട് വേണം അനുസരിച്ച് നമ്മൾ ഈ പിള്ളേരെ ഇത് പഠിപ്പിക്കാൻ? കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ പഠിപ്പിക്കണം. അതാണല്ലോ ഇപ്പം ബൈബിൾ ജനിച്ച് വീഴുമ്പം മുതൽ പോരാ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തുടങ്ങണം. അതിനു മുമ്പേ മാതാപിതാക്കളുടെ അതായത് ദമ്പതികളുടെ ഹൃദയത്തിൽ കുഞ്ഞ് ജനിക്കുന്ന. അപ്പം അപ്പോൾ മുതൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ തുടങ്ങണം. അതിനാ ബൈബിൾ നഴ്സറിയൊക്കെ ഇപ്പോൾ തുടങ്ങിയേക്കുന്നത് എല്ലായിടത്തും. കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് പിന്തിരികയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശൈശവ കാലഘട്ടം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറമാകുന്ന കാലഘട്ടം. അപ്പോൾ അവരെ എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വളരുന്നത്. അപ്പോൾ ഈ ദൈവിക ജ്ഞാനം നൽകി വളർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ദൈവിക ജ്ഞാനത്തിൽ വളർന്നു വരും. അതല്ല ലോകത്തിൻ്റേതായ ജ്ഞാനം മാത്രം കൊടുത്ത് ആ ഭൗതികതയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്താൽ അവർക്ക് അതായി മാറും, അവർക്കതേ അറിയുള്ളൂ. അതിന് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പേരൻസാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മക്കൾക്ക് ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ചെറുപ്പത്തിൽ നടക്കേണ്ട വഴിയെക്കുറിച്ച് ചേച്ചി പറഞ്ഞല്ലോ, ഏതാണ് ഈ ചെറുപ്പത്തിൽ നടക്കേണ്ട വഴി? അതേക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? അത് പറഞ്ഞു തരാമല്ലോ. നടക്കേണ്ടുന്ന വഴി എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായിട്ടാണ് കുഞ്ഞുങ്ങളെ തരുന്നത്.
127 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, എന്നതാ ഉദരഫലം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനമാണ്. അപ്പോൾ ഈ മക്കളെ ദൈവം നമ്മുടെ കയ്യിലേക്ക് തരുമ്പം ഇവർ ജീവിക്കേണ്ടുന്ന വഴി ഏതാണെന്ന് കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയാണ് ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 11 നമ്മൾ വായിക്കുമ്പം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി ഏതാണോ അത് നമ്മൾ ആ വഴിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നടത്തണം. അതാണ് ശരിയായ വഴി. ജെറമ്യായുടെ പുസ്തകം 1:4 അത് നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പം കർത്താവ് നമ്മളെ ഓരോ കുഞ്ഞുങ്ങളെയും നമ്മളെയൊക്കെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്? മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ. അപ്പോൾ കൊച്ചു ജനിച്ചിട്ടില്ല, അതിന് മുമ്പേ. അപ്പോൾ കൊച്ചിനെ ആദ്യം കണ്ടത് ആരാ? കർത്താവാണ്, അല്ലേ? കർത്താവാണ് ആദ്യം കണ്ടത്. അപ്പം അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. വീണ്ടും പറയാണ്, ജനിക്കുന്നതിന് മുൻപേ. അപ്പം ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനിക്കുന്നതിന് മുമ്പേ വിശുദ്ധീകരിച്ചു. ജനങ്ങൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ അറിഞ്ഞു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ നമ്മളെ വിശുദ്ധീകരിച്ചു. അതിനുള്ളതെല്ലാം ദൈവം ഒരുക്കി. നമുക്ക് ആ പ്ലാനും പദ്ധതി അനുസരിച്ച് ഈ ഭൂമി ജീവിക്കാനുള്ളതെല്ലാം ദൈവം ഒരുക്കി. ഇനി നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാനുള്ളതും ദൈവം നമ്മളിലെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് മക്കൾ നടക്കേണ്ടുന്ന ആ വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറയണം. അപ്പോൾ അതുപോലെ നമ്മളും ആ വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. അതാണ് നമ്മൾ നടക്കേണ്ടുന്ന വഴി, അതാണ്. അല്ലാതെ നമ്മൾ നിശ്ചയിക്കണം. നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ പേരൻസ് ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ഈശോയോട് ചേർന്ന് നിൽക്കണം. കാരണം ഇത് ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്, ആ ചിന്തയാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവരാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സറിയണമെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കല്ലേ മനസ്സറിയാൻ പറ്റുള്ളൂ. ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യ അറിയുന്നു, ഭാര്യയുടെ മനസ്സ് ഭർത്താവ് അറിയുന്നു എന്നാണ് പറയണത്. കാരണം അവരാണ് ഏറ്റവും നിയറായിട്ടുള്ളവർ. അപ്പോൾ അതുപോലെ പേരൻസ്, മാതാപിതാക്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ആ ദൈവ സ്നേഹത്തിൽ അവർ ജീവിക്കണം. ജെറമ്യ 29-ാം അധ്യായം, ജെറമ്യയുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ 12, 13, 14 വചനങ്ങളുണ്ട്. അതിലിങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം മാതാപിതാക്കളുടെ ദൗത്യമാണ് അവരെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവ് പറയും, എൻ്റെ അടുക്കൽ വന്ന് അവർ പ്രാർത്ഥിക്കും, അപ്പോൾ ഞാൻ അവരുടെ പ്രാർത്ഥന ശ്രവിക്കും. ആ ശ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഇടയാക്കുക. അത് നമ്മുടെ മിടുക്കല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം സ്വീകരിക്കാൻ ദൈവം ഇടയാക്കും എന്നാണ്. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ അത് അപ്പോൾ എന്തുമാത്രം സ്നേഹമാണ് ദൈവത്തിൻ്റെ ആ സ്നേഹമാണ് നമ്മൾ ഇതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ ദൈവസന്നിധി തിരിച്ചു ചെല്ലാൻ വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പം മാതാപിതാക്കൾ മക്കളെക്കുറിച്ചുള്ള ആലോചന കർത്താവിനോട് ചോദിക്കണം, വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ പിള്ളേരുടെ കാര്യം, ഏത് കോളേജിൽ പഠിപ്പിക്കണം, ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം. ഇതൊന്നുകിൽ അവരുടെ കൂട്ടുകാരോട് ചോദിക്കും, അല്ലെ അവരെ പഠിപ്പിച്ച അധ്യാപകരോടാണ് ചോദിക്കുന്നത്, അല്ലെ അയലോക്കക്കാരോടായിരിക്കും ചോദിക്കുന്നത്. നമുക്കൊരു നിശ്ചയമില്ല. കാരണം നമ്മുടെ പിള്ളേരെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധ്യം വരുന്നില്ല. അപ്പം മറ്റുള്ളവരോട് ചോദിച്ചാൽ അവരുടെ അഭിപ്രായം നമുക്ക് കിട്ടണം, അവരുടെ മനസ്സിലിരിപ്പാണ് കിട്ടണേ. പക്ഷെ നമ്മൾ കർത്താവിനോട് ചോദിച്ചാലോ, കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ പേരൻസ് ചെയ്യേണ്ടുന്നത് ആ പണിയാണ്, കർത്താവിനോട് ചോദിക്കുക. അതിന് ഉദാഹരണം ഇപ്പം നമുക്കറിയാം, മദർ തെരേസയുടെ ജീവചരിത്രം വായിച്ചിട്ടില്ലേ? അതിൽ ഞാൻ പണ്ടിങ്ങനെ വായിച്ച എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. ആഗ്നസ് എന്നാ ചെറുപ്പത്തിലെ പേര് മദർ തെരേസയുടെ. അപ്പോൾ പിതാവ് അവിടെ ഇല്ല, അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഈ മദർ തെരേസയുടെ ബാല്യകാലം എല്ലാം കഴിഞ്ഞു, പഠിത്തമൊക്കെ കഴിഞ്ഞു.
ഇനി എന്തിലേക്ക് തിരിയണം, ഏത് ജീവിത ഭാഗം തിരഞ്ഞെടുക്കണം, ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ മദർ തെരേസ ആഗ്നസ് എന്ന് പറയുന്ന പെൺകുട്ടി അമ്മയുടെ ഇരിക്ക് ചെന്ന് പറഞ്ഞു, അമ്മേ ഞാൻ ഇനി എന്നാ ചെയ്യണ്ടേ? അപ്പോൾ അവിടെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ മദർ തെരേസയുടെ അമ്മ ഒരക്ഷരം മിണ്ടിയില്ല. മോളി എന്ന് ചോദിച്ചു, പക്ഷെ അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ സന്ധ്യ ആയപ്പോഴത്തേക്കും പ്രാർത്ഥനാ മുറി കയറി കഥ അടച്ചിട്ട് പിന്നെ ഒരനക്കവും ഇല്ല. നേരം വെളുത്ത് പ്രാർത്ഥനാ മുറിയുടെ കതക് തുറന്ന് പുറത്ത് വന്നിട്ട് മദർ തെരേസയെ വിളിച്ചു, മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ അവൻ്റെ കരങ്ങളിൽ നിൻ്റെ കരങ്ങൾ വെച്ച് അവൻ്റെ കാൽപാദങ്ങളിൽ ചവിട്ടി നീ മുന്നോട്ട് വയ്ക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ച് അവൻ്റെ വഴി ഏതാണോ അവൻ്റെ സ്നേഹത്തിൻ്റെ വഴി. മദർ തെരേസയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് അല്ലേ? അപ്പോൾ യേശു ആരാ? ദൈവം സ്നേഹമാകുന്നു, ഗോഡ് ഈസ് ലവ്. അപ്പം സ്നേഹത്തിൻ്റെ വഴിയാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, ഈശോയുടെ വഴി. അപ്പോൾ ആ അമ്മ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? അമ്മ ഈ കൊച്ച് ഈ ആഗ്നസ് എന്ന് പറഞ്ഞ മകൾ ഇനി തിരഞ്ഞെടുക്കേണ്ട കോഴ്സ് ഏതാ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട ജീവിത സാഹചര്യം ഏതാന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ദൈവത്തോട് ആലോചന ചോദിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ അമ്മ മുട്ടുമടക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അമ്മമാരാണ് മക്കളെക്കുറിച്ച് കൂടുതൽ ബോധ്യം ലഭിക്കേണ്ടത്. കാരണം മക്കൾ അമ്മയുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അമ്മേനെയാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ആശ്രയിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഭാവി, അവരുടെ ജീവിതത്തിൻ്റെ വഴി നമ്മൾ ഈശോയോട് ചോദിച്ച് ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ഈശോയുടെ മനസ്സെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോ തന്ന കുഞ്ഞ്, ഈ കുഞ്ഞിനെ ഭാവിയിൽ എന്താക്കണം, എവിടെയായിരിക്കണം, എവിടെയാണ് നമ്മൾ അയക്കേണ്ടതെന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചേച്ചി നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ തരുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് അടുത്ത കാര്യം പറഞ്ഞുതരാം. ശരി.